പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ എന്നോട് സംസാരിക്കാൻ കാരണം നീയാണെന്നുള്ള കാര്യം ചെറിയമ്മ എന്നോട് പറഞ്ഞു. ആ സന്തോഷത്തില് നിന്നെ എടുത്തു പൊക്കിയതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിലൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ എനിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല, എന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരുന്നു ആദർശേട്ടന്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നത്. അതെന്തായാലും ഒഴിവാക്കി ആദർശേട്ടനോട് സംസാരിച്ചു. പക്ഷേ എന്നാ എന്നോട് പെട്ടെന്ന് സംസാരിക്കാനുള്ള കാരണം എന്താണ്? അത് കഴിഞ്ഞ് ദേവയാനി ഒരിക്കലും ഞാൻ അവളെ മരുമകളായിട്ട് സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ജലജയുടെ അടുത്ത് പറയുന്നത് കാണിക്കുന്നത് കേട്ടോ. തുടർന്ന് നയന പറയുന്നുണ്ട്, അതെനിക്കറിയാം. പിന്നെ പെട്ടെന്ന് തന്നെ എന്നോട് ക്ഷമിച്ചിട്ട് സംസാരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇത് കേട്ട ആദർശ് പറയുന്നത്, അത് എൻ്റെ അമ്മയുടെ നല്ല മനസ്സ്. എന്നാൽ മറുവശത്ത് ജലജയുടെ അടുത്ത് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അവളോട് സംസാരിച്ചത് എൻ്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് അവൾ കരുതുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് തെറ്റിയെന്നും ഇവൾക്ക് ഞാൻ കുഴിച്ച കുഴിയാണ് ഇതെന്നും കൂടി പറയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം സ്വന്തം കുഴി തോണ്ടിയ അവസ്ഥയായിപ്പോ. എന്താ ജലജ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല ഏട്ടത്തി എന്ന് പറയുമ്പോൾ അവൾ എനിക്ക് തന്ന അപമാനം അത് ഞാൻ എങ്ങനെ മറക്കും? ഞാൻ ചത്താലും മറക്കില്ല എന്ന് പറയണേ. തുടർന്ന് ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത്രയും ദേഷ്യം വെച്ചിട്ട് ഏട്ടത്തി പിന്നെ എന്തിനാ അവളോട് ക്ഷമിച്ചത്? തെറ്റ് ചെയ്തത് അവളാണ്, പിന്നെ ഞാൻ എന്തിനാ വെറുതെ അതിന് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടത്? അവൾ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്? അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ഞാൻ ശിക്ഷ കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയണേ. തുടർന്ന് നയനയാണെങ്കിൽ ആദർശിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ അമ്മയുടെ ഉദ്ദേശം എനിക്കതിന് ശിക്ഷ തരിക എന്നുള്ളതാണ്. അത്ര പെട്ടെന്ന് ആരോടും ക്ഷമിക്കുന്ന ഒരു ടൈപ്പല്ല നിങ്ങളുടെ അമ്മ. അതാണ് എനിക്കൊരു കുഴപ്പം പോലെ തോന്നുന്നതെന്ന് പറയുമ്പോൾ ആദർശ്, അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കണം. വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതാണോ പ്രശ്നം? ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. വീണ്ടും നമ്മുടെ ദേവയാനി ജലജയുടെ അടുത്ത് സംസാരിക്കുന്നത് കാണിക്കുന്നത്, എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് എൻ്റെ പെർമിഷൻ ഇല്ലാതെ വേലക്കാരിക്ക് പണം കൊടുത്തതല്ലേ, ആ വേലക്കാരിയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുകയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ജോലിയും നയന തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ജോലി ചെയ്തിട്ട് അവള് മടുത്ത് എൻ്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഇവിടുന്ന് അവൾ തന്നെ ഇറങ്ങിപ്പോകും എന്ന അവസ്ഥ ഞാൻ വരുത്തി തീർക്കും. ഇതുവരെ കണ്ട ദേവയാനിയല്ല അവൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയുടെ അരികിൽ നിന്ന് ദേവയാനി പോവാണ് കേട്ടോ. തുടർന്ന് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ എന്ത് ശിക്ഷയാണ്? അവൾ തന്നെയാണ് ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുന്നത്. വേലക്കാരി ഇല്ലെങ്കിലും അവൾ ചെയ്യുന്ന എല്ലാ ജോലിയും അവൾ സന്തോഷത്തോട് കൂടിയിട്ട് വീണ്ടും ചെയ്യും. ഇതൊക്കെ എന്ത്? വെറുതെ കുറെ ബിൽഡപ്പും തന്നു പോയിരിക്കുകയാണെന്നൊക്കെ ചുമ്മാ ദേവയാനിനെ കളിയാക്കുന്ന രീതിയിൽ ജലജ പറയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്ക്. ഞാൻ എന്തായാലും ആ നയനയെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടില്ല. എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണേ. തുടർന്ന് ആദർശിന്റെ അടുത്ത് വീണ്ടും നയന പറയുന്നത്, എനിക്കെന്തോ അമ്മയുടെ പെരുമാറ്റം കണ്ടിട്ട് പേടിയാവാണ് ചെയ്യുന്നത്. ഇത് നോക്ക്, വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ അമ്മയെ സംശയിക്കുന്ന രീതിയിൽ നീ ഓരോന്ന് പറയണ്ട. ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാതിരിക്കില്ല. അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ നീ അത് വേറെ രീതിയിൽ എടുക്കുകയാണോ? ആദ്യം നീ അവരുടെ നല്ല മനസ്സ് കാണാൻ വേണ്ടിയിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. തുടർന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ ആദർശ് വീട്ടിലേക്ക് തിരിച്ചെത്താണ്. ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മുത്തശ്ശി മാത്രം അവിടെ ഇല്ല. ദേവയാനി ചോദിക്കുന്നുണ്ട് ആദർശിന്റെ അടുത്ത്, എന്താടാ ലേറ്റ് ആയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അമ്മ ഇന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഒരു ഭാഗത്ത് സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. എന്തു പറ്റി മുത്തശ്ശി? എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, എവിടെ പോയി മുത്തശ്ശൻ എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്നറിയില്ല മോനെ, ഇന്ന് ആ റൂം വിട്ടിട്ട് നിന്റെ മുത്തശ്ശൻ പൊള്ളിയിലേക്ക് വന്നിട്ടേ ഇല്ല. ശരിക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് എന്താ അമ്മ ഇത്ര നേരമായിട്ടും ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറയാണ്ടിരുന്നത് എന്നുള്ള കാര്യം? അത് മോനെ മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ആരടുത്തും ഒന്നും പറഞ്ഞിട്ട് വെറുതെ ഭയപ്പെടുത്തണ്ട എന്നുള്ള കാര്യം. അതുകൊണ്ട് അമ്മ എല്ലാവരോടും പറയാതിരിക്കുകയാണ് വേണ്ടത് ദേവയാനി ചോദിക്കുകയാണേ. കുഴപ്പമില്ല, ഞാൻ മുത്തശ്ശനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആദർശ് മുത്തശ്ശന്റെ അരികിലേക്ക് പോവാണേ. അങ്ങനെ മുത്തശ്ശന്റെ അരികിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മുത്തശ്ശ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരീരത്തിന് വയ്യായ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്താ മുത്തശ്ശ പ്രശ്നം? എന്താണെന്നറിയില്ലടാ, മനസ്സിനൊരു തീരെ സുഖമില്ല. എൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അത് വിചാരിക്കുന്ന സമയത്ത് ഈ നല്ല കുടുംബത്തെ വിട്ട് പോകണല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു സങ്കടം എന്നൊക്കെ പറയാണേ. എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശൻ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട. ഈ ലോകത്തിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എവിടെയാണോ കിട്ടുക അവിടെ കൊണ്ടുപോയിട്ട് മുത്തശ്ശനെ ഞാൻ സുഖപ്പെടുത്തും. ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുമ്പോൾ
ആദർശേ, എനിക്കറിയാം നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് വയസ്സായി വരികയല്ലേ. അതുമാത്രമല്ല എൻ്റെ ജീവനെക്കുറിച്ചുള്ള കാര്യങ്ങളും എൻ്റെ ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാലോ. എങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശ. മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണമെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസം ഞാൻ നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്ത് തരാം. എന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് തിരിച്ചു വരാൻ വേണ്ടി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ, ഇതിന് പരം ഒരു ശിക്ഷ നിനക്ക് എനിക്ക് വേണ്ടിയിട്ട് തരാനില്ല. എന്താ മുത്തശ്ശി ഇങ്ങനെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എൻ്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ നടക്കുന്നത്. എന്നെയും മുത്തശ്ശിയെയും മാത്രം റിസോർട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാടാ ശരിയാവുന്നത്? ഈ വയസ്സ് പ്രായത്തിൽ ഞങ്ങളെ മാത്രം തനിച്ചു വിടുന്നത് ശരിയാണോ? മുത്തശ്ശ, നിങ്ങളെ ഒറ്റയ്ക്ക് വിടുക എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണോ എന്നുള്ള കാര്യമാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് പറയണേ. അപ്പോഴേക്കും ജയനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു പ്ലാന് നമുക്ക് റെഡിയാക്കാം. പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം വരുത്തണമെന്ന് പറയുമ്പോൾ എന്ത് മാറ്റം എന്ന് ചോദിക്കുകയാണേ. ഞങ്ങളെ രണ്ടുപേരും തനിയെ വിടുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കും കൂടി പൊക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെ മുത്തശ്ശി ശരിയാവുക? ഇവിടെ ക്ലൈമറ്റ് മീറ്റിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടേ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ക്ലൈമറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനും നിന്റെ ചെറിയച്ഛനും കൂടി നോക്കിക്കോളാം എന്ന് പറയണേ. അത് കഴിഞ്ഞ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഞങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്നുള്ള കാര്യം കേട്ടോ ആദർശിന്റെ അടുത്ത്. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശൻ, നമുക്ക് ഇപ്പൊ തന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുന്നു ജയം പറയണേ. കേൾക്കുമ്പോൾ മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.